ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ കരുതിയത്? സത്യം പറയണം. നിങ്ങളെങ്കിൽ നോണ പ്രചരിപ്പിക്കുന്നു. അയ്യേ, എന്നാലും പ്രസിഡന്റ് അതൊന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. പുള്ളി ഉദ്ദേശിച്ചത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ആലോചിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ചിന്തിച്ച് മലയാളത്തിൽ സംസാരിക്കുന്നതാണ്. കാണിച്ചു തരാമെന്നാണ്, അത് കാണിച്ചു തരാമെന്നാണ്. രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ ചിന്തിക്കും, എന്നിട്ട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മളോട് പറയും. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു 2 ദിവസം മുന്നേ തിരുമല അനിൽകുമാറുമായി സംസാരിച്ചിരുന്നു. എന്താണ് നിങ്ങൾ സംസാരിച്ചത്? ഇത്രയും വലിയ ചോദ്യം ചോദിച്ചാൽ ആരും ഒന്ന് ഞെട്ടിപ്പോവും. പക്ഷെ പുള്ളി ഉത്തരം പറഞ്ഞു. ഞങ്ങൾ നിയമം കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു. അവൾ എന്താ സംസാരിക്കുക? We were at the Nemam Council meeting. ഒന്നും സംസാരിക്കില്ല. കുറച്ച് കുഴപ്പം പിടിച്ച ചോദ്യം ആയതുകൊണ്ട് പെട്ടെന്ന് ഇംഗ്ലീഷ് ഒന്നും വന്നില്ല. ഇതൊരു ക്രിമിനൽ ഇഷ്യൂ ആണ്. അതിനെ ഒരു പാർട്ടിനെ തടയാൻ നോക്കരുത്. ദിസ് ഈസ് എ ക്രിമിനൽ ഇഷ്യൂ. പിന്നെ പറഞ്ഞത് ഒരു പാർട്ടിയെ തടയാൻ നോക്കരുതെന്നാ. അതിന് ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായവർ കമന്റ് ഇടണം കേട്ടോ. ചിലപ്പോ എനിക്ക് തോന്നുന്നത് Don't try to crucify only one party. Don't try to corner only one party. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കാം ചിലപ്പോ പറയാൻ ഉദ്ദേശിച്ചത്. ഇത് CPM ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾ അതിനെ CPM പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കരുത്. This is all done by CPM. Don't try to protect them. ഇത് നല്ല തർജ്ജമയാണല്ലേ. നോക്കൂ, ഇംഗ്ലീഷ് ചിന്തിക്കുന്നു, മലയാളത്തിൽ സംസാരിക്കുന്നു. നേതൃത്വത്തിലുള്ളത് BJP-യുടെ വേണ്ട, എനിക്ക് ഒരു പറയാൻ ഒരു ആഗ്രഹമില്ല. I don't wish to comment. ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ച്. വിഷയം ആത്മഹത്യയും കൊലപാതകവും വിവാദമൊക്കെ ആയതുകൊണ്ട് ചെറുതായി പതറിപ്പോയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഒന്നും വർക്കാവുന്നില്ല, മലയാളം വർക്കാവുന്നില്ല. നിങ്ങളിങ്ങനെ നുണ പറഞ്ഞ് CPM-നെ പ്രൊട്ടക്ട് ചെയ്യാൻ നടന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. If you are lying just to protect CPM, then I don't want to speak. Who told you? എന്നൊക്കെ ചോദിച്ചെങ്കിലും കാതലായ ചോദ്യം, മനസ്സിൽ ഇംഗ്ലീഷും വലിയൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇംഗ്ലീഷും മലയാളമൊന്നും പുള്ളിയുടെ മനസ്സിൽ വന്നില്ല. അല്ല, പെട്ടെന്ന് ഓർമ്മ വന്നു. എന്റെ മുമ്പിൽ ഒന്ന് ചോദ്യം ചോദിക്കാൻ മാത്രം ധൈര്യം. അത് ആരടാ ഇങ്ങനെ ചോദ്യം? ഏത് ചാനലടാ എന്റെ മുന്നിൽ വന്നിങ്ങനെ ഏതോ ഒരു പെൺകുട്ടി ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ജനം TV ഒന്നും ഇല്ലേ ഇവിടെ ഈ ക്രിട്ടിക്കൽ സമയത്ത് ഒരു സഹായിക്കുന്ന ചോദ്യം ചോദിക്കാൻ? ഗ്രൗണ്ട് എതിരാകുമ്പോ എന്ത് ചെയ്യണം? അനുകൂല ചോദ്യം ചോദിക്കാൻ ഒരു നന്ദി മാന്യത കാണിക്കടേ ജനം TV. നിങ്ങൾ ചോദിക്കരുത്. Enough. That is enough. അയ്യടാ, കൈരളിക്ക് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിൽ ഉത്തരം കൊടുക്കൂലടാ എന്നായി പ്രസിഡന്റ്. കാളി കയ്യിലിരിക്കട്ടെ, മലയാളം അറിയില്ലെന്ന് വെച്ച് പ്രസിഡന്റിനെ കൊടുക്കാൻ നോക്കുന്നു. ഇനി മറുപടി പറയില്ല. നീ അവിടെ നിന്നാ മതി, നീ ചോദിക്കരുത്, ഞാൻ മറുപടി തരില്ല. You just stay there. You cannot ask. I won't answer. ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്, മനസ്സിലായില്ലേ? നിങ്ങളെങ്കിൽ നുണ പ്രചരിപ്പിക്കരുത്. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പറഞ്ഞൊപ്പിച്ചു, നിങ്ങൾ നുണ പ്രചരിപ്പിക്കരുത്. You shouldn't spread lies. പിന്നെ ഇനി ഉത്തരം പറയില്ല. ഈ ചോദ്യമൊക്കെ കുഴപ്പം പിടിച്ചതാണെന്ന് അറിയാൻ മലയാളം ഒന്നും അറിയേണ്ട യാതൊരു ആവശ്യമില്ല. അല്ലടാ, വന്ന് വേണ്ടാതെയും ചോദിക്കുന്നോ? നിങ്ങൾ നുണ പറയുന്ന ചാനലാണ്, നാണമില്ലാത്ത ചാനൽ. You are a channel that spread lies, a shameless channel. പക്ഷെ പ്രസിഡന്റ് സത്യം മാത്രം പറയുന്ന മാന്യനാണേ. പ്രസിഡന്റ്, തിരുമല കൗൺസിലറുടെ ഈ വിഷയം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തില്ലേ? അയ്യട മോനെ, കൈരളിയുടെ ചോദ്യം കൊണ്ട് തന്നെ BP കൂടി കണ്ണൊക്കെ തുറച്ചു നിൽക്കുക. അപ്പഴാ വേറെ ഒരുത്തം വന്ന അടുത്ത ചോദ്യം. ഉത്തരം പറയൂല. പോയപ്പോഴാണ് ഓർമ്മ മരിച്ച ആളെ കുറിച്ച്. Don't you feel ashamed speaking like this about someone who has passed away? പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം ഉയർത്തിയില്ല. അങ്ങനെ ചർച്ചയിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു തീരുമാനം കൈക്കൊണ്ടില്ല. അതിനുത്തരം പറയില്ല. പറഞ്ഞ കള്ളി വെളിച്ചത്താവും. പ്രസിഡന്റ് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ മാധ്യമ പ്രവർത്തകയല്ല. You are not a journalist. ഇനിയിപ്പോ ഒന്നിനും ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. പ്രസിഡന്റ് ഇരുട്ടിലേക്ക് ഊളിയിട്ടു, ഒരു നീല തിമിംഗലത്തെ പോലെ. ബാക്കി മലയാളം പഠിച്ചിട്ട് നാളെ വരും. വെയിറ്റ് ആൻഡ് സീ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, പ്രസിഡന്റിന് മുണ്ടി ഉടുക്കാനും അറിയാം, മടക്കി കുത്താനും അറിയാം, എല്ലാം അറിയാം. അപ്പൊ എനിക്ക് മുണ്ടുടുക്കാനും അറിയാം,
വേണമെങ്കിൽ മുന്തി കുത്തി വെക്കാനും അറിയാം. ബെസ്റ്റ്. മലയാളം സംസാരിക്കാനും അറിയും, മലയാളത്തിൽ തെറി പറയാനും അറിയും.